ഇന്ന് ഗുരുപൂർണിമയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഗുരുക്കന്മാരെ അനുസ്മരിക്കുക, അവർക്ക് നമ്മൾ ആദരം അർപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഗുരുപൂർണിമ എന്ന് പറയുന്നത്. എനിക്കൊന്ന് വ്യാസ മഹാമഹർഷിയായിട്ടെന്തോ വ്യാസമുനിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ദിനമാണ് ഇന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ നമ്മളെ ദൈവതുല്യരായിട്ടാണ് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഈ വടകരയിലെ MDMA കച്ചവടം ബന്ധപ്പെട്ട അധ്യാപകർ പിടിയിലായത് ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ മൂന്നാമതൊരു അധ്യാപികയും കൂടെ പോലീസ് പിടികൂടിയിരിക്കുന്നു. മൂന്ന് പേര് അധ്യാപകരാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഇക്കാലത്ത് നമ്മളൊരു സേഫ്റ്റി എന്ന് നമ്മൾ പൊതുവേ പൂർണ്ണമായിട്ട് സേഫ്റ്റി അല്ല എങ്കിലും വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നമ്മൾ എന്നും ഒരു കരുതലിൻ്റെ ഒരു ഇടം എന്നും കൂടി നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പോൾ അവിടുത്തെ അധ്യാപകരാണെങ്കിലും അത്തരത്തിൽ ഒരു കുട്ടികളോട് കരുതൽ കാണിക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഏറെക്കുറെ സത്യം അതുതന്നെയാണ്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് അധ്യാപകരുണ്ട്, തങ്ങളുടെ വീട്ടിൽ ചെന്നിട്ടും കുട്ടികൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചെടുക്കുക എല്ലാം ചെയ്യുന്ന അധ്യാപകർ ഒരുപാട് പേരുണ്ട്. വളരെയധികം ആത്മാർത്ഥതയോടെ ചില കുട്ടികളുടെ വീട്ടിലെ സാഹചര്യം, സാമ്പത്തിക പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കിടയിൽ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ 3 ടീച്ചർമാരുടെയും പ്രവൃത്തിയിലൂടെ ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിരുന്നു, ഈ MA BEd പകരം ഇവർ പഠിച്ചത് MDMA കോഴ്സാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അധ്യാപികമാർ 3 പേരല്ലേ, അവരുടെ പേര് കീർത്തന, നീഷ്മ, കാവ്യ. ഇതിൽ ഈ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വന്ന് 14 ലക്ഷത്തോളം രൂപയാണെന്നാണ്. നീഷ്മയുടെ വന്ന പണത്തിൻ്റെ കണക്ക് വന്നിട്ടില്ല. മറ്റേ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 5 മാസം കൊണ്ട് 9 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്നാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ആഡംബര കാർ വാങ്ങിച്ചിരിക്കുന്നു, അപ്പോൾ ഇതൊക്കെ വീട്ടുകാർ അന്വേഷിക്കാറില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. മാത്രമല്ല, ഇതിൽ ഈ കാവ്യ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായപ്പോൾ അവിടുത്തെ അധ്യാപകരെല്ലാം കൂടെ ചെന്ന് പണം പിരിച്ചാണ് ആശുപത്രി ചിലവ് കൊടുത്ത് ഈ കുട്ടി അവിടെ നിന്ന് പുറത്തിറക്കിയതാണ്. എല്ലാ ചിലവും വഹിച്ച അധ്യാപകർ അവർ പണമിട്ടാണ് ഇറക്കിയത്. അങ്ങനെയുള്ള ഒരു ആൾ, അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് ഊഹിക്കാം. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഈ ആഡംബര കാർ വാങ്ങിച്ചപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ വിദേശത്തുള്ള സഹോദരൻ പൈസ വാങ്ങിച്ചിട്ട വണ്ടിയാണെന്നാണ് പറഞ്ഞതെന്നാണ്. സ്വന്തം വീട്ടുകാർ ഇതൊന്നും അന്വേഷിക്കൂലേ? നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇത്രയും പെട്ടെന്ന് പണം. ഇതിൽ പേടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇവർ കുട്ടികളെ ലക്ഷ്യമിട്ടിരുന്നു എന്നൊരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു. അതായത് ഇവര് MDMA ഉപയോഗിച്ചിരുന്നു. ഇവർ 3 പേര് MDMA ഉപയോഗിച്ചിരുന്നു. കച്ചവടം മാത്രമല്ല, ഇവർക്ക് ഉപയോഗിച്ചിരുന്നു. അതുകൂടാണ്ട് ഇത് ഈ ഉപയോഗിക്കാനായിട്ട് കുട്ടികളെ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയും വിശ്വാസമുള്ള അധ്യാപകരുടെ ഇടയിൽ നിന്ന് അത്രയും ഒരു നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ് നമ്മളെ കുട്ടികളെ. അതെ, നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള നമ്മൾ അധ്യാപകർ, കുട്ടികൾക്ക് വിശ്വാസമുള്ള അധ്യാപകരാണ്. അതാണ് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. അത്രയും ഒരു വിശ്വാസത്തിന് വലിയൊരു കോട്ടം തട്ടിച്ച സംഭവമാണ്. ഇപ്പോൾ ഇവരാണെങ്കിൽ BRC ടീച്ചർമാരെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. BRC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്നുള്ളതാണ് ഈ BRCയുടെ ഫുൾ ഫോം. ഇവർ മറ്റധ്യാപകരെ പോലല്ല, കുട്ടികൾക്ക് മാനസികമായ പിന്തുണ, അത്തരത്തിൽ പാഠ്യേതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളാണെന്നാണ് ഇവർ പ്രധാനമായി പഠനമല്ല, അതായത് മറ്റു കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാത്തരത്തിലും ഒരു മാനസികമായും അത്തരത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ടീച്ചർമാരുടെ അവരുടെ ജോലിയിൽ വരുന്ന കാര്യങ്ങൾ. അതാണ് അങ്ങനെയുള്ള 3 പേരാണ്. അതായത് ഇതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടവരാണ് അതിന് നേർ വിപരീതമായിട്ട് ഈ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് നാട്ടുകാർ ഈ നേരത്തെ തന്നെ ഇവരിൽ ചിലരെക്കുറിച്ച് പരാതികൾ ഉയർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർക്ക് എന്തൊക്കെയോ ചില ഈ അധോലോക ബന്ധങ്ങളുണ്ടെന്ന് നാട്ടുകാരെ പറഞ്ഞിരുന്നു. ഇതൊന്നും അധികൃതർ ശ്രദ്ധിച്ചില്ല. അവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇക്കാലത്ത് ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടി വാച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഇപ്പം ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊരു ട്രെൻഡ് ഉണ്ട്, ഇത്തരത്തിൽ സംശയം നമ്മൾ ആരെങ്കിലും ഒരാൾ സ്ത്രീകൾക്കെതിരെ ആണെന്നിരിക്കട്ടെ, അങ്ങനെ വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, ഞങ്ങൾ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്നവരായതുകൊണ്ട് നാട്ടുകാർ ഞങ്ങളെ അപവാദം പറയുന്നതാണ്, അപ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാടിനെ അവർ കുറച്ച് കാണുന്നതാണ്, അങ്ങനെ മോശം, അതായത് ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടി വരുന്നവരാണ്, അതിന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇത്തരം അപവാദങ്ങൾ വരുന്നത് എന്നുള്ള അത്തരത്തിലൊരു പൊതുധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പോസ്റ്റുകൾ ഞാൻ പലപ്പോഴും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പോസ്റ്റുകൾ ഒരുപാട് സ്ത്രീകൾ അവരെ അവസാനം ഇരവാദം. അപ്പം ഈ കേസുകളിൽ നമ്മളിപ്പം ഇത്തരം ഇവരെ പിടിച്ചില്ല എന്നിരിക്കട്ടെ, ഇതേ സംശയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇങ്ങനെ കുറിച്ച്, ഇവർക്ക് 3 പേര് ഇങ്ങനെ ഒരു സംശയമുണ്ട്, എന്നതാണ് ഇവർക്ക് ഇതുപോലെ, അപ്പം
അതിപ്പോ എന്താണ് പ്രത്യക്ഷത്തിൽ ഒറ്റ നേട്ടത്തിൽ ഈ പറയുന്ന ആളിനെ ആയിരിക്കും അവിടെ കടന്ന് ആക്രമിക്കുക. അത് ശരിയാണ്. എന്നിരുന്ന് ഞാൻ ആ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പൊരുതി ജീവിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ഇത്തരത്തുകാരാണെന്നും പറയുന്നില്ല. അതെ, അപ്പൊ അത്തരം അങ്ങനെയുള്ളവർക്ക് ചീത്തപ്പേരാണ് ഈ സ്ത്രീകൾ. ഇത്തരക്കാരികൾ. അവർ കഷ്ടപ്പെട്ട്, മറ്റു സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെട്ട്, നമുക്ക് തന്നെ അറിയാം എത്രയോ സ്ത്രീകൾ കഷ്ടപ്പെട്ട് അവർ ജീവിതത്തിൻ്റെ താഴെ തലേന്ന് ഉയർന്നു വന്ന് മൾട്ടി ടാസ്ക് എടുക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. ഒരു ദിവസം എന്തെല്ലാം ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന, മക്കളെ വളർത്തുന്ന എത്രയോ സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതം വിജയം നേടിയ എത്രയോ പേരുണ്ട്. അവർക്കിടയിലേക്ക് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ്, നമ്മൾ നേരത്തെ പല ചർച്ചകളിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നതാണ്. അതിനെയും ഇവർ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇവർ 2 ടീച്ചർമാർ ഡിവോഴ്സാണ്. ഡിവോഴ്സ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പൊതുധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനകത്ത് ഒരു സാധനം, ഡിവോഴ്സ് കഴിഞ്ഞ സ്ത്രീകൾ കാശുണ്ടാക്കി ഇത്തരത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അത് ഇത്തരത്തിൽ എല്ലാവരും അതായത് നാട്ടുകാരെ പഴിചാരുന്ന ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഇത്തരക്കാർക്ക് നല്ല രീതിയിൽ വളമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അത് നമ്മൾ ഇവിടെ മാത്രമല്ല, ഇവരുടെ ഈ എല്ലാ ഡിജിറ്റൽ പണ ഇടപാടാണ് ഇവർ നടത്തിയിരുന്നത്. ഇവർ വളരെ ആസൂത്രിതരാണ്. മാത്രമല്ല, ഇത് ഒരിക്കലും ഇവർ ഇതിൻ്റെ ടോപ്പ് കണ്ണികളല്ല. ഇവർ ഐസ്ബർഗിൻ്റെ താഴത്തെ അറ്റം മാത്രമാണ്. ഇപ്പോൾ പോലീസ് പറഞ്ഞൊരു വിശദീകരണമുണ്ട് ഇതിനകത്ത്. പോലീസിനൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ പറയുന്നത്, കൂടുതൽ അധ്യാപകർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രാഥമിക. അതൊരു സമാധാനപരമായ കാര്യമാണ്. അതും പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം മാത്രമാണ്. എന്നാൽ ഇതിൽ കൂടുതൽ കണ്ണികളുണ്ട്, അവർ അധ്യാപകരല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിശദീകരണമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. എനിക്ക് പക്ഷേ ഇതിൽ തോന്നിയിട്ടുള്ള, എനിക്ക് കുറച്ചും കൂടി ആശങ്കപ്പെടുന്ന വേറൊരു കാര്യം തോന്നി. ഈ 3 പ്രതികളുടെയും പിടികൂടിയിൽ ആദ്യത്തെ പ്രതിയെ പിടികൂടിയ സമയത്ത് മാധ്യമങ്ങൾക്ക് നേരെ ആ സ്ത്രീ കയർത്ത ഒരു രീതിയുണ്ട്. ചുമ്മാ അറിയാതെ ഇത് ഇറങ്ങി ഒരു ഇറക്കത്തിലോട്ട് ഇറങ്ങി വരുമ്പോൾ തിരിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു. അപ്പം ഈ ചെയ്ത തെറ്റിന് അവർക്ക് യാതൊരുവിധ കുറ്റബോധമില്ല. അവിടെ ഒരു ഇവരിത് ഉപയോഗിച്ചിരുന്നു മനസ്സിലായി, നിരന്തരം ഉപയോഗിക്കുന്നവരായിരിക്കും. അത് ഞാൻ അവിടെയാണ് മുമ്പേ പറഞ്ഞത്. അപ്പം ഇവര് കുറച്ച് നാൾ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് അത് ഇവരുടെ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മറയാക്കാൻ ഇത്ര ഇരവാദ ട്രെൻഡുകളും ഇരവാദമൊക്കെ അവിടെ അത് വലിയ രീതിയിൽ നമുക്ക് നമ്മുടെ സമൂഹം സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സ്ത്രീ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ ചിന്തിക്കും. എപ്പോഴും അവർക്കൊരു പരിഗണന കൊടുക്കണം നമ്മൾ വിചാരിക്കുമ്പോൾ അതിനെ വളരെ മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ് ഇത്തരം ആളുകൾ ഇപ്പോൾ ഈ ഇത്തരം നടപടികളിലൂടെ ചെയ്യുന്നത്. അത് നമ്മൾ ആലോചിക്കും, നമ്മളൊരു പുതിയ കാർ വാങ്ങും, അതൊരു ആഡംബര കാർ വാങ്ങും, ഒരു ഓട്ടോ സാധാരണ ഒരു ആവറേജ് എല്ലാവരത്തുള്ള കാർ വാങ്ങി കുഴപ്പമില്ല. ഇത് വില കൂടിയ കാറൊക്കെ വാങ്ങിച്ച് അതിൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് വാർത്തയിൽ വന്നാണ് ഞാൻ അറിഞ്ഞത് 12,000 രൂപ ഇവർക്ക് ശമ്പളമുള്ളൂ എന്നും കൂടിയാണ് മാസം. അപ്പൊ 12,000 രൂപയുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു ബൈക്ക് എടുത്താൽ പോലും അടച്ചു തീർക്കാൻ പെടാപ്പാട് വിടും. അപ്പൊ കാർ എടുക്കുക, അത് ആഡംബര കാർ എടുക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ഇവർ മൊത്തം കാശ് അടച്ചാണോ കാർ എടുത്തത്, അതോ ഇത് അതല്ലാതെ തവണ ബാങ്ക് ലോൺ എടുത്തിട്ടാണോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷിക്കേണ്ടി വരും. ഏതായാലും ഇവരുടെയൊക്കെ ജീവിത രീതി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടുകാരെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഇവർ ഈ ഇത്രയും ചെറിയ വരുമാനമുള്ള ഇവരൊക്കെ അതോ ഇനി വീട്ടുകാർ ഇവരെ ഭയന്ന് ജീവിക്കണം. ചിലപ്പോൾ ഇവരൊക്കെ എല്ലാമേ വലിയ അധോലോക നെറ്റ്വർക്കായിട്ട് ബന്ധം കാണും ഇത്തരം കച്ചവടം. അല്ല, ഇതില് ഇപ്പൊ പിടികൂടിയ മറ്റൊരാളുണ്ട്, ജിജിൽ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഇവരുടെ മറ്റൊരു ബെസ്റ്റി. അവനായിരുന്നു ഇതിന്റെ ഇടനിലക്കാരൻ. ഇവരുടെ ബാക്കിയുള്ള ഇടപാടുകൾ ഇൻസ്റ്റഗ്രാമിലൂടെ ആളുകളെ അതായത് ഈ ഇടപാടുകാർ ഇവർക്ക് പൈസ അയച്ചു കൊടുക്കും. അത് 10,000, 20,000 അങ്ങനെയാണ് കണക്ക് ഒരു ഇടപാടിന്. അത്തരത്തിൽ പൈസ അയച്ചു കൊടുത്തിട്ട് ഈ സാധനം എത്തിക്കാനുള്ള ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന അവരുടെ ഈ ആൺ സുഹൃത്തായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ഇടപാട്. അപ്പോൾ ഇയാളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമല്ല, ഇവർ നിരന്തരമായി ബാംഗ്ലൂർ സന്ദർശിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ബാംഗ്ലൂർ ഇന്ത്യയിലെ ഒരുപക്ഷെ ഇത്തരം മയക്കുമരുന്ന് ഒരു മെട്രോ നഗരമാണല്ലോ, അവിടെ ഇത്തരം അധോലോകമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് നമ്മളൊക്കെ അധോലോകം എന്ന് പറഞ്ഞിരുന്നത് ബോംബെയെക്കുറിച്ചാണ് എപ്പോഴും. പക്ഷേ അങ്ങനെയല്ല, മറ്റു നമ്മുടെ നാട്ടിലെ മെട്രോ നഗരങ്ങളെല്ലാം തന്നെ അധോലോകത്തിൻ്റെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊച്ചിയിൽ പോലും നമുക്കറിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ബാംഗ്ലൂർ അവരെ നിരന്തരം യാത്ര നടത്തിയെങ്കിൽ അതും അന്വേഷിക്കേണ്ടി വരും. ഇതിനകത്ത് മറ്റൊരു കാര്യം, ഈ 3 അധ്യാപകരിൽ ഒരാൾ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു കുട്ടികളെ. അതിലിപ്പം LDF ഗവൺമെന്റിന്റെ അവർ ഭയങ്കര കൊട്ടിഘോഷം നടത്തിയ ഒരു സാധനമായിരുന്നു സൂംബ ഡാൻസ്. അതായത് കുട്ടികളിൽ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ അത്തരത്തിൽ അവർ വലിയ സഹായിക്കുന്നുള്ളൂ. അപ്പം അത്തരത്തിലുള്ള അവർ കൊട്ടിഘോഷി കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ വക്താവാണ് ഈ അധ്യാപിക. അപ്പം നമ്മളൊന്ന് ചിന്തിക്കേണ്ട, ഇത്തരം കാര്യങ്ങൾ ഇവര് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ത് മാനദണ്ഡമാണ്?
ഇപ്പം ഞങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ ഒരു നമ്മൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തസ്തിക എന്തെങ്കിലും ഒരു ചുമതല വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഇതിനകത്തോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇവൻ വെള്ളം അടിക്കാത്താണോ അല്ലെങ്കിൽ നല്ലതാണോ പള്ളിയുമായിട്ട് നീറ്റാണോ അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് പശ്ചാത്തലം അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു രീതിയിലാകാം. നമ്മൾ അത് ഇതിൽ മാത്രമല്ല നമ്മളിപ്പോ എവിടെ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലൊരു കാര്യത്തിൽ ഇവിടെ അതുപോലെ നടത്താതെ ഇത്തരത്തിൽ ഒരു ടീച്ചറിനെ നിയമിക്കാന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ഒരു വലിയൊരു ഗുരുതര പിഴവില്ലേ? ഉണ്ട്. ഇവരാരാണ് തിരഞ്ഞെടുത്തത്, ഇവരെങ്ങനെയാണ് ഒന്നിച്ചത് എല്ലാവരും ഈ കച്ചവടത്തിലേക്ക്? ഇതിൽ ആരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി? ഇതിലേതോ ഒരു കണ്ണി ഇതിൽ കയറി പറ്റിയിട്ടാണ് ബാക്കി എല്ലാവരെയും കൂടെ നിർത്തി. എനിക്ക് തോന്നുന്നത് ഈ ആദ്യം വന്ന ആൾ മറ്റവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, കാരണം എൻ്റെ വരുമാനം ബാങ്ക് അക്കൗണ്ട് എടുത്ത് കാണിച്ചു, ഇത്ര ലക്ഷം രൂപ എനിക്കുണ്ട്, ഭയങ്കര സംഭവം, ഞാൻ ആഡംബര ജീവിതം നയിക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ ആകാമെന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ വലിയ ധാരണ ഇല്ലാത്ത ആൾ ഇതിൽ പെട്ടെന്ന് കഴുത്ത് വയ്ക്കും. പ്രത്യേകം മലയാളികൾ അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് ആദ്യം ചാടി ഇറങ്ങി വേണമെങ്കിൽ വിഷം വേണമെങ്കിലും മാറ്റി കുടിക്കുന്നത് നമ്മുടെ മലയാളികളാണ്. അതുപോലെ എനിക്ക് അധ്യാപകർ സംഭവിച്ചു. ഈ അധ്യാപകരുടെ ഞാൻ അതിൽ എനിക്ക് മറ്റൊരു ഇതിൽ തോന്നുന്നത് ഈ സൂംബ ഡാൻസ് അന്ന് വലിയ വിവാദമായിരുന്നു. നമ്മുടെ ഈ മുസ്ലിം വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ വിവാദമായിരുന്നു. അന്ന് ഗവൺമെന്റ് ഇത് നടപ്പാക്കി കാണിക്കാൻ വളരെയധികം തിടുക്കപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കി ഞങ്ങളുടെ പദ്ധതി ഞങ്ങളുടെ വിജയം എന്നുള്ള രീതിയിൽ വലിയ ധൃതി കൂട്ടിയ ഒരു കാര്യം കൂടിയായിരുന്നു. അത്തരത്തിലൊരു ഈ പറഞ്ഞ അധ്യാപിക അവിടെ തെരഞ്ഞെടുത്ത ഒരു പക്ഷേ ഇത്തരത്തിലൊന്നും നോക്കാണ്ട് പെട്ടെന്ന് ചാടിക്കേറി അങ്ങനെ അത്രയൊരു സാധ്യത നമുക്ക് അതിനെ കുറിച്ച് വ്യക്തതയില്ല. എങ്കിലും അത് ഗവൺമെന്റിന്റെ ഒരു തിടുക്കം കാണിച്ചതിന്റെ അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ തിടുക്കം കാണിച്ചാണ് പിന്നീട് പണിയായി മാറിയത് അവർക്ക്. ഇതും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത ഒരു പക്ഷേ. ഈ അതേപോലെ തന്നെ ഈ 10 വർഷം കൊണ്ട് ലഹരിയുടെ വ്യാപനം എവിടെ വരെ എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, സമാന്തര സാമ്പത്തിക സംവിധാനമായി മാറിക്കഴിഞ്ഞു ഇവിടുത്തെ ലഹരി മാഫിയ, ലഹരി കച്ചവടം. ഏതൊരു ഓപ്പറേഷൻ തൂഫാൻ നന്നായി കൊണ്ടുപോട്ടെ, അത് അവിടെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതുപോലുള്ള ഒരുപാട് പേര് സമൂഹത്തിലെ ആളുകൾ ആദരവോടെ കാണുന്ന പലരെയും ഇതുപോലെ തൂക്കിയെടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നമ്മൾ ഈ അധ്യാപകർ യഥാ ഗുരു തഥാ ശിഷ്യ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഗുരുക്കൾ എങ്ങനെയാണ് ശിഷ്യരും അങ്ങനെ ആയിരിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ അധ്യാപകരെ നമ്മൾ മാതൃകയാക്കേണ്ടവരാണ്. പക്ഷേ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ഹീറോ നമ്മുടെ അധ്യാപകരായിരിക്കും എപ്പോഴും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. അങ്ങനെ അല്ല, അത് ഇങ്ങനെ ഒരു ന്യൂനപക്ഷം ഇറങ്ങി അവരുടെയും കൂടെ നല്ല അധ്യാപകരുടെയും കൂടെ വിലയില്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.